1.35 റേഞ്ചിലാണ് വില വരുന്നത്. ഫുൾ ലോൺ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു രൂപ മുടക്കണ്ട അല്ലേ? ഒരു രൂപ കൊടുക്കാൻ വണ്ടി വിട്ട് ഇറക്കി കൊടുക്കാം. നമുക്ക് 5.45 നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. 5.45 ഇത് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ ഒരു ഷേപ്പ് വണ്ടിക്കും പഴയ പോലെ മാർക്കറ്റ് ഉണ്ടല്ലേ? ഡീസലിന് മാർക്കറ്റ് ഉണ്ട്. ഡീസൽ ആയതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ZDI പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. VDI കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഡിമാൻഡ് 15 മോഡൽ അല്ലേ? 15 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ശരിക്കും 15 എന്ന് പറയുമ്പോൾ ഒന്നിൽ അത്യാവശ്യം മോഡൽ കൂടി വണ്ടി 18-19 ആകുമ്പോഴേക്ക് ഒന്നി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഭ്രാന്തോ സിലറിക്ക് 30 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് CNG ഫിറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 കൊല്ലം കിടന്നു ഓടിക്കോളൂ. ആ ബ്രാൻഡും ആ എഞ്ചിനും വേറെ തന്നെയാണ്. പിന്നെ വേറെ മൈലേജ് ഏകദേശം ഒരു 12 റേഞ്ചിൽ. ശരിക്കും നമ്മളൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ വില നോക്കിയിട്ട് ഒരു സ്ഥലത്തു നിന്നും ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യരുത്. നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ക്വാളിറ്റി മാത്രമാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് ആണ് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ അതൊരു കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ AM മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂവിലാണ്. കോഴിക്കോട് ജില്ലയിൽ പൂളാടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ചധികം കിടിലം വണ്ടികൾ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തേക്ക് ഒരു പ്രത്യേകത, അതായത് ഇങ്ങനെയുള്ള ബ്രാൻഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് എന്തായാലും ട്രൂ വാല്യൂ ഒക്കെ നമ്മുടെ മാരുതി സുസുക്കിയുടെ അണ്ടറിൽ വരുന്ന ഒരു യൂസ്ഡ് കാറിൻ്റെ വിങ്ങാണ്. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ നമുക്കൊരു ട്രസ്റ്റ് ആണല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരം വരിക. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോയിൽ നമ്മുടെ കൂടെ വൈശാഖ് ബ്രോ, എന്താണ് കുറേ കാലമല്ലേ കണ്ടിട്ട്? ലോങ് ടൈം. അതെ. എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് കിടിലം വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? നമുക്ക് വിഷുവാണ്. വിഷുവിന്റെ അപ്പോൾ അതിനനുസരിച്ചുള്ള വിലയെ പറയുന്നുണ്ട്. നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് വിഷുവിന്റെ ഒരു ഓഫർ പിന്നെ ഈസ്റ്ററിന്റെ ഓഫർ ഇതാണ്. നമ്മൾ ഈ ഒരു വീക്കിലി വീഡിയോ എടുത്തിട്ട് അത് നല്ല വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള നല്ല നല്ല കസ്റ്റമർക്ക് നല്ല വണ്ടി കൊടുക്കുക. ആ ഒരു പർപ്പസും കൂടെ നമ്മൾ വയ്ക്കും. പിന്നെ വിഷുവിന് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കൈനീട്ടാണ് എല്ലാവർക്കും കൊടുക്കുക. അപ്പം ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ഏത് കസ്റ്റമേഴ്സും നമ്മളൊരു ഗോൾഡ് കോയിൻ കൈനീട്ടം കൊടുക്കും. അത് ഓഫറാണ്, വിഷുവിന്റെ ഓഫർ. പിന്നെ അത് കൂടാതെ 25ാമത്തെ വാർഷികമാണ് ഇപ്പൊ AM മോട്ടോഴ്സിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഹെലികോപ്റ്ററിൽ നമുക്ക് പറക്കാനുള്ള അവസരം കൂടി കൊടുക്കും. അങ്ങനെയുണ്ട്. അതങ്ങനെ കേരളത്തിൽ തന്നെ. അതില് നമുക്ക് കസ്റ്റമർ ആയിക്കോളുന്നില്ല. അവിടെ വെൻകൂര് വരുന്ന ഏതൊരാൾക്കും നമുക്കിവിടെ ഒരു ലക്കി ഡ്രോ ഉണ്ട്. അതിലേക്ക് അവരുടെ പേരും ഫോൺ നമ്പർ എഴുതി ഇടുക. അതിൽ വിൻ ചെയ്യുന്ന ഒരാൾക്ക് പറക്കാനുള്ള അവസരം കൊടുക്കും. അടിപൊളി. അതായത് ഇതൊക്കെ പറയുമ്പോൾ അതായത് ഒരു സന്തോഷമാണ് അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടി എതിരുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഈ ഓഫറും കാര്യങ്ങളൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് പറയില്ല. അതേപോലെ തന്നെ ഇത് നമ്മളെ ഷോറൂം വരുന്നത് കോഴിക്കോട് ബൈപ്പാസിലാണ് വരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി ഹൈവേയിൽ പൂളാടിക്കുന്ന പറഞ്ഞത് ഈ ഓഫറുകൾ കോഴിക്കോട് നടക്കുന്നുണ്ട്, നമ്മുടെ വടകര ഷോറൂം നടക്കുന്നുണ്ട്. പിന്നെ കോഴിക്കോട് തന്നെയുള്ള തടമ്പാട്ടുകാരും രാമനാട്ടുകാരും 2 ഷോറൂം കൂടി ഈ ഓഫറുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഏത് ഷോറൂമിൽ പോയാലും ഈ ഓഫർ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറയുമ്പോൾ ഈ ഓഫറൊന്നും ഞാൻ വലിയ ഹൈലൈറ്റഡ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നല്ല വണ്ടി, ക്വാളിറ്റിയും വില കുറവ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഇതുണ്ടാവും. മാരുതി ട്രൂ വാല്യൂ ആയതുകൊണ്ട് മാരുതി വണ്ടിയാണ് മാത്രമാണ് കൂടുതൽ ഉണ്ടാകുക. പക്ഷേ നമ്മുടെ അടുത്ത് എല്ലാ സ്റ്റോക്കും ഉണ്ട്. അതുപോലെ മാരുതി വണ്ടികൾ അല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി 1 ഇയർ വാറണ്ടി. ഈ വാറണ്ടിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? മാരുതികൾ വണ്ടികളാണെങ്കിൽ 2018 മുതലുള്ള വണ്ടികളാണ് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാത്ത വണ്ടി നോൺ മാരുതി അല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് 2016 മുതൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2016 മുതൽ 1 ഇയറും 18 മുതൽ ഒരു 21 വരെ നമുക്ക് ഏകദേശം 6 മന്തും പിന്നെ 21 ശേഷം 1 ഇയർ നമുക്ക് വാറണ്ടി കൊടുക്കാം. പിന്നെ മാരുതി വണ്ടിക്ക് ഫ്രീ സർവീസ് ഉണ്ട് അല്ലേ? 3 ഫ്രീ സർവീസ് ഉണ്ട്. അത് ഓൾ ഓവർ ഇന്ത്യയിലാട്ടോ. പിന്നെ RC അങ്ങനെ എല്ലാ സംഭവം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മാരുതി ട്രൂ വാല്യൂലെ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയാണ് എല്ലാവരും നോക്കുന്നതെന്ന് അറിയാം. കുറച്ച് കിടിലം വണ്ടികളും കൂടി കാണിച്ചു കൊടുത്താലോ? ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മാക്സിമം നിങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വന്ന് കണ്ടോട്ടെ. പിന്നെ കൂടുതലൊന്നും പറയണം. തുടങ്ങാം, നമുക്ക് കിട്ടുന്ന തുടങ്ങിയാലോ? പക്ഷേ അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടില വണ്ടി തന്നെ കൊടുക്കാം. കിഡാണ് അല്ലേ? ഇപ്പോൾ ഓൺ ദ റോഡ് എല്ലാവർക്കും അറിയാം, മാർക്കറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് വളരെയധികം ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഓട്ടോമാറ്റിക് വണ്ടി 2019 മോഡല് കിഡ് RXT ഫുൾ ഓപ്ഷൻ വണ്ടി. RXT ആണ്. ഓട്ടോമാറ്റിക് വേരിയന്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 36,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നമുക്ക് 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ കിലോമീറ്ററും 36 ഓടിയിട്ടുള്ളൂ. പിന്നെ സിംഗിൾ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. എന്ത് വിലയുണ്ട് ഇത്? നമ്മൾ ചോദിക്കുന്നത് 3.35 ആണ് കേട്ടോ. അതായത് 19 ഓട്ടോമാറ്റിക് വണ്ടിക്ക് 3.35 1 ഇയർ വിത്ത് 1 ഇയർ വാറണ്ടി. നമ്മൾ ഈ പറയുന്ന വിലയിൽ നെഗോഷിയേഷൻ ഉണ്ടാവും. നമുക്ക് നമ്മൾ ഈ ഗോൾഡ് കോയിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിൽ ചെറിയ ക്രൈറ്റീരിയകൾ ഉണ്ടാവും. കസ്റ്റമർ വിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം.
ഇത് നമുക്ക് ഏകദേശം വേണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ എടുത്താൽ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 30,000 ലോൺ കയറി ഞാൻ പിന്നെ പറഞ്ഞതേ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ വരെ ട്രൈ ചെയ്ത് കൊടുക്കാം അല്ലേ. മെയിനായിട്ട് നോക്കേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ്. അതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോണ്ട് നോക്കും, ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹൈഡ് ചെയ്യുന്നൊന്നുമില്ല, വണ്ടി നമ്പർ ഇതാണ്, ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയിട്ട് എന്തായാലും കാണിക്കാനുള്ളതല്ലേ. അല്ല അപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ. ഇപ്പം ഈ ഒരു സെഗ്മെന്റ് മാത്രമല്ല, എല്ലാ സ്ഥലത്തും കസ്റ്റമർക്ക് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം ഉണ്ട്, പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത ഏതാ? അടുത്തും വേറൊരു ഓട്ടോമാറ്റിക് ആണ്, ZXi ആണ് വരുന്നത്. ZXi അല്ലേ? ഇത് നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മോഡല് കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള വണ്ടി. അതായത് ഇത് 4 സിലിണ്ടർ ആണ്. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾ 3 സിലിണ്ടറിലേക്ക് വരുന്നതാണ്. അപ്പൊ ഈ ഒരു മോഡലിന് കുറച്ചുകൂടി മാർക്കറ്റിൽ ഡിമാൻഡ് കൂടി. അതെ, അത് മാത്രല്ല ശരിക്കും ഈ സ്വിഫ്റ്റില് എന്താ പറയാ, ഇത് വണ്ടി കേട്ടോ. 2018 ZXi ഏറ്റവും ടോപ്പ് വരുന്നത്. 2018 ഇറങ്ങിയ ടൈമിലുള്ള ZXi പ്ലസ് ഇല്ല അല്ല, 18 ZXi ആണ് വരുന്നത്. കാരണം പിന്നെ ഡുവൽ ടോൺ ആ ഒരു സെഗ്മെന്റിൽ ചെറിയ മാറ്റം വന്നിട്ടാണ് 19ലേക്കൊക്കെ മാറി വരുന്നത്. ഇതിനകത്ത് ബട്ടൺ ഷാട്ടും അലവിലും സകല സാധനങ്ങളും വരും. വണ്ടി അത്യാവശ്യം നല്ല 50,000 കിലോമീറ്റർ ഓടിയാണ്. 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ, പിന്നെ മാരുതി നിങ്ങളുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് ഹിസ്റ്ററി എടുക്കാൻ എവിടെ പോകണ്ടല്ലോ. പിന്നെ ഇത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞാൻ പറഞ്ഞു 3 ഫ്രീ സർവീസ് അവൈലബിൾ ആണ്. ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു വണ്ടിന്റെ പ്രത്യേകത എന്താ, മോഡൽ കൂടിയ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഒക്കെ നമുക്ക് കിട്ടും. കുറഞ്ഞ ഒരു 2018-19 കിട്ടാൻ വളരെ ഡിമാൻഡാണ്. 18 ഓട്ടോമാറ്റിക് MT വരും. പിന്നെ ZXi അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 620 ആണ്. നെഗോഷ്യബിൾ ആണ്. വാറണ്ടി ആണ് കൊടുക്കുന്നത്. വാറണ്ടി കൊടുക്കുക അല്ലേ? അടിപൊളി. ഈ പറഞ്ഞ പോലെ 6 മാസം വാറന്റിയോട് കൂടി ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകാം. വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലീൻ വണ്ടി അല്ലേ? ആകെ ചെറിയൊരു മോണ്ടിന്റെ മുകളിൽ ചെറിയൊരു പെയിന്റ് ഫീഡ് വേണം, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു യാരിസ് അല്ലേ? അടുത്തൊരു കിടിലം വണ്ടി അല്ലേ? വീണ്ടും ഒരു കോഴിക്കോട് രജിസ്ട്രേഷനിൽ കേരളത്തിലുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പിൽ പോളോ ഡീസൽ ഹൈലൈൻ കേട്ടോ. ഡീസൽ ഹൈലൈൻ. അത് ഡീസൽ ആണെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് ആണ്. കറക്റ്റ് സർവീസ്. 2015 ഹൈലൈൻ. 15 ആകുമ്പോൾ 1.5 അല്ലേ? 1.5 സിംഗിൾ ഓണർഷിപ്പിലാട്ടോ വണ്ടിയുള്ളത്. ഇത് കിലോമീറ്റർ 84,000. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടി. ഈ 84 ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, കിലോമീറ്റർ ഒക്കെ നോക്കിയാൽ ഈ പോളോ 15 വണ്ടിയാണ് കൊണ്ട് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുണ്ടാവില്ല. രജിസ്ട്രേഷൻ 16 ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? വണ്ടി അപകടം ഉണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. പക്കല്ല, നല്ല സിൽവർ കളർ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആട്ടോ. ഇത് ശരിക്കും പിന്നെ എന്ത് പ്രൈസ് ഉണ്ട് ഇപ്പൊ? നമുക്ക് 460 നമ്മൾ ആസ്കിംഗ് 460 കൊടുക്കാം. 15 വണ്ടി അല്ലേ? ഇത് വിത്ത് ലോൺ നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് എന്തായാലും 4 രൂപ സുഖമായിട്ട് കയറും അല്ലേ? പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ വണ്ടിയുടെ ക്വാളിറ്റി ആണ്. അതായത് നല്ല വൃത്തിയുള്ള നമ്മൾ വോൾക്സ്വാഗൻ ഫോർഡൊക്കെ നമ്മൾ പറയുമ്പോൾ കറക്റ്റ് സർവീസ് ചെയ്ത് പോവുകയാണെങ്കിൽ വേറൊരു കാര്യം നോക്കാല്ലേ, എഞ്ചിൻ വരെ അങ്ങനത്തെ സാധനമാണ്. പെട്ടെന്ന് ഓടിക്കോളും, പക്ഷെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം. പണി വന്നാൽ നല്ല പണി വരും അല്ലേ? പണി വരാൻ ഇഞ്ചക്ടറിനാണ് മെയിൻ ആയിട്ട്. ഇഞ്ചക്ടറും ടർബോയും ആണ് ഇതിന് അല്ലേ? അത് വിഷയമില്ല, ഇപ്പൊ നിലവിൽ പക്കയല്ലേ? പിന്നെ ഇസ്രീട്ടോ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഈ സാധനം ഭയങ്കര പാടാണ്. RC ഓണർ മെയിൽ അയക്കണം, അങ്ങനെ എന്തൊക്കെയുണ്ട്. അല്ല, ഇതിന്റെ RC ഒറിജിനൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് കാണിച്ചു കൊടുത്താൽ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഐറ്റൻ ഉണ്ടല്ലോ. ഹുണ്ടായിന്റെ ഐറ്റൻ ആണ്, സ്പോർട്സ് ആണ്. 2015-16 രജിസ്ട്രേഷൻ. 15-16 സ്പോർട്സ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഇതും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, സ്പോർട്സ് ഓപ്ഷൻ ആണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് 1 ഇയർ വാറണ്ടി എടുക്കാൻ പറ്റും. സ്പെഷ്യൽ കളറും ആണല്ലേ? 1 ഇയർ അല്ലെങ്കിൽ 16 കിലോമീറ്റർ നമ്മൾ പറഞ്ഞാൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. 15-16 ആയതുകൊണ്ട് 15-16 രജിസ്ട്രേഷൻ വന്നതാണ്. നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ റീപ്ലേസ് ഉള്ള വണ്ടികൾ കുറവായിരിക്കും. അല്ല, റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇതിപ്പോ നമുക്ക് വിലയോ? ഇത് 345 വരും. 340. 2015-16 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ. ഏകദേശം നമ്മൾ പറഞ്ഞാൽ ഏകദേശം ഒരു 20 രൂപ 30 രൂപ ഇറക്കി കൊണ്ടുപോകാം. നെഗോഷ്യബിൾ അല്ലേ? റേറ്റ് അല്ല നെഗോഷ്യബിൾ. അതിൽ മെമ്പറല്ലേ ഗോൾഡ് പോയാൻ വേണ്ടതുണ്ടാവും, ഇക്കോട്ടർ പറക്കണേ പറക്കാം, എല്ലാം ഉണ്ട്. കുറെ സ്കീമുകളുണ്ട്. പിന്നെ ലോണിന്റെ ഫിനാൻസിന്റെ മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒരുപാട് അധികം വണ്ടികളുണ്ട് കേട്ടോ. ബാക്കിയുള്ള വണ്ടികളുടെ കൂടി അതിന്റെ ബാക്കോട്ടൊക്കെ വണ്ടികളുണ്ട്. ഇത് കൂടാതെ ഇവിടെ എത്ര സ്റ്റോക്ക് ഉണ്ട്? നമുക്ക് ഏകദേശം ഈ ഒരു ബ്രാഞ്ചിൽ നമുക്ക് ഉൾക്കൊള്ളുന്ന വണ്ടിയാണ് 60 വണ്ടിയാണ്. നമുക്ക് സ്റ്റോക്ക് യാർഡ് ഇവിടെ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ആടെ ഏകദേശം 200+ വണ്ടിയുടെ അടുത്തുണ്ട്. വണ്ടി ഇപ്പൊ നിലവിലുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ഈ വണ്ടികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി വാഗണർ എന്നും ജനപ്രിയമായിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് ഫാമിലി വണ്ടി അല്ലേ? ഇത് മോഡൽ ഏതാ ബ്രോ? 2018. അന്നും ഇന്നും ഈ ഒരു പുതിയ മോഡൽ വാഗണറിനെക്കാട്ടും ഡിമാൻഡ് ഉള്ള സാധനം. അന്നും ഇന്നും ആളുകൾ ചോദിക്കുന്നു, വിറ്റ് പോകുന്നത് അന്ന് ഇറങ്ങിയതിനെക്കാട്ടും വിലക്ക് ഇപ്പോഴും വിൽക്കുന്ന ഒരു വണ്ടി. 2018 മോഡലാണ്. 50,000 കിലോമീറ്റർ. VXi ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ക സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 18 മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി ഇറങ്ങും. 19 ന്യൂ ഷേപ്പിലേക്ക് 1 ഇയർ വാറന്റി കൊടുക്കുമല്ലോ. ഇത് നമുക്ക് 6 മന്ത് ആണ്. 3 സർവീസ് ഉണ്ടാവും. നല്ല കട്ട ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ 50. സെക്കൻഡ് ടയറിലേക്ക് വന്നതാണ് അല്ലേ?
വണ്ടി നല്ല നീറ്റ് അല്ലേ വണ്ടി? ഇത് നമുക്ക് ഫിനാൻസ് ഒക്കെ ഇതിന്റെ വാഗണർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫിനാൻസറൊക്കെ S90-95 കൊടുക്കുക ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ തന്നെ കിട്ടും. ഇത് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 430 ആണ്, വിത്ത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. അതെ, 4,30,000 രൂപയ്ക്ക് നിങ്ങൾ ആലോചിക്കണം. 2018 മോഡൽ ഉണ്ട്. പിന്നെ ഇതിന് ഇന്നത്തെ ഡീൽ നമുക്ക് ഒരു വാറണ്ടി പോലും കൊടുക്കാതെ ഔട്ട്സൈഡ് ഡീലർമാരും കസ്റ്റമറും എല്ലാവരും ഈ ഒരു വാഹനത്തിന് ഈ വില ചോദിച്ച് വെക്കുന്നുണ്ട്. അത്രയും ഡിമാൻഡാണ് ഈ ഒരു വാഹനം. അതെ അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങളാകുമ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കും, ഏകദേശം പ്രൈസ് ഒക്കെ സെയിം ആണ്. നമ്മൾ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് OLX നോക്കാം, മാർക്കറ്റ് പ്രൈസ് നോക്കാം, എല്ലാ സ്ഥലത്തും നോക്കാം, എല്ലായിടത്തും കമ്പാരിറ്റീവ്ലി വില സെയിം ആയിരിക്കും. കൂടുതലാവാനേ വഴിയുള്ളൂ. എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ വിത്ത് വാറണ്ടിയും കൂടി വിത്ത് സർവീസും കൂടി പിന്നെ ഓതറൈസ്ഡ് മാർജിൻ ഡീലർഷിപ്പാണ് ഈ സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും കൂടി ഒരു ഫീച്ചേഴ്സ് കൂടിയിലുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ. അടുത്തായിട്ട് നമുക്ക് ഒരു സ്വിഫ്റ്റ് കൂടി കാണിച്ചു കൊടുക്കാം. നല്ല വെള്ള കളറിൽ നല്ല നീറ്റ് വണ്ടി അല്ലേ? ഇത് ഏതാ മോഡൽ? 2022 മോഡൽ ZX കേട്ടോ. 22 ZX അല്ലേ? അതായത് ബട്ടൺ ഷർട്ടും കാര്യങ്ങളൊക്കെ വരും. അലോവി കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് പ്രൊജക്ടർ വരില്ല അല്ലേ? ഇതിന് അഡീഷണൽ ആയിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു കുഷ്യനൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് ഓട്ടോമാറ്റിക് AC കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ, ക്രൂസ് കൺട്രോൾ വെച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ വീണ്ടും പുതിയ വണ്ടികൾക്കാണ് സാധാരണ സ്വിഫ്റ്റ് ഡിമാൻഡ് കൂടുതൽ. പുതിയതിന് പകരം പഴയനാണ് എന്താ ഈ ഒരു സാധനത്തിന് മാത്രം അങ്ങനെയാണ്. അത് പറഞ്ഞാല് വേറെ നല്ല ഇപ്പൊ ഇറങ്ങിയ സ്വിഫ്റ്റിൽ നിലവിൽ 3 സിലിണ്ടറിന്റെ ഒരു പ്രശ്നം വന്നതിനെ കൊണ്ട് ആളുകൾ നേരെ ഒരു വേറൊരു കേസും കൂടി കേട്ടോ. ശരിക്കും ഇത് ഇറങ്ങിയപ്പോഴും ഇതിന്റെ ടൈപ്പ് 2 ആയിരുന്നു ഡിമാൻഡ് കൂടുതൽ കൂടി വന്നത്. അതേപോലെ തന്നെ ഇത് ഇറങ്ങുന്ന ടൈമിൽ അന്ന് എനിക്ക് തോന്നുന്നു 2022 ഏകദേശം 9 ലക്ഷം രൂപ വില ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആസ്കിങ് വരുന്നത് കിലോമീറ്റർ 40,000 സിംഗിൾ ഓണർ അല്ലേ? 40,000 കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ചോദിക്കുന്നത് 725 725. അതിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. റേറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് കൊടുക്കാം. മാനുവൽ ഗിയർ ബോക്സ് അത് റേറ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം. അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം കിട്ടാനില്ല. ഇതിന്റെ VXi ഞാൻ കിട്ടും 18-5 രൂപ മുതൽ നിങ്ങൾ മോഡൽ വരുന്നുണ്ട്. 22 മോഡൽ ടോപ്പ് വരുന്നുണ്ട്. അതെ, അപ്പോൾ ഓട്ടോമാറ്റിക് ZX നമ്മൾ കാണിച്ചു, മാനുവൽ കാണിച്ചു അല്ലേ? ആർക്കെങ്കിലും വേണം നോക്കിയാൽ വേറെ കുറെ വണ്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഡിസയറുകൾ ഉണ്ട്, വാഗണർ ഉണ്ട്, ഇഗ്നിസ് ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ അൾട്ടോ ഉണ്ട്. പല ടൈപ്പുകൾ വണ്ടികൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കുറച്ചുകൂടി ഒന്ന് കാണിച്ചാലോ? ഇപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. ചോദിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഭ്രാന്തോ സെലറിക്ക് 30 കിലോമീറ്റർ. അഡീഷണൽ ആയിട്ട് CNG ഫിറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. CNG ചെയ്യുമ്പോൾ കൺഫേം ആയിട്ട് 30ന്റെ അടുത്ത് മൈലേജ് കിട്ടും അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. സീറ്റ് കവർ റേഞ്ച് സാധനമാണല്ലോ. റേഞ്ച് പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. അത്യാവശ്യം നല്ല പൈസ കൊടുക്കുന്നുണ്ട്. ഹലോവി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ ആകെ ഓടിയത് 50,000 കിലോമീറ്റർ. 50,000 ഓടിയിട്ടുള്ളൂ. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഹലോവി കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ചെയ്തിട്ടുണ്ടല്ലേ? ഇതിൽ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ ബ്രോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒരു റണ്ണിംഗ് ബോർഡ് വേണമെങ്കിൽ ചെന്ന് പെയിന്റ് അടിക്കാണ്ട് ചെറിയ സ്ക്രാച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ 19 മോഡലല്ലേ പറഞ്ഞത്? 19 മോഡൽ. ഇത് എന്താ പറഞ്ഞാൽ കിലോമീറ്റർ 50,000 കിലോമീറ്റർ. CNG അഡീഷണൽ ഫിറ്റ് ചെയ്തതിനെ കൊണ്ട് മാർജിന്റെ സൈഡിൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടാവില്ല. അപ്പൊ വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് ആണെങ്കിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ആണെങ്കിൽ എടുക്കുക. കാരണം നമ്മളെ സൈഡിൽ നിന്ന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യൂല. ഔട്ട്സൈഡ് ഫിറ്റിംഗ് ആയതുകൊണ്ട് കമ്പനി മാത്രമേ ഉള്ളതുകൊണ്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ശരി, ഇതിപ്പോ നമുക്ക് 19 വണ്ടി ലോ കിലോമീറ്റർ എന്ത് കൊടുക്കാം? 485 കൊടുക്കാം. ഇത് വേറെ പ്രശ്നം ഉണ്ടാവില്ലോ അല്ലേ? ഫിറ്റഡ് ഒരു കുഴപ്പമില്ല. വാറണ്ടി പ്രൊവൈഡ് ചെയ്യാത്ത മാരുതി പറഞ്ഞാൽ ഇപ്പൊ അഡീഷണൽ ആയിട്ടുള്ള ഈ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ പുറമേ ചെയ്താലും അതിന് വരെ വാറണ്ടി കട്ടാക്കുന്നുണ്ട്. കാരണം പല പ്രശ്നങ്ങളും കാരണം. പിന്നെ വേറെ കേസുണ്ട് 10,000 കൊടുത്ത് നിങ്ങൾക്ക് ഒരു വർഷം വാറണ്ടി വേണമെങ്കിൽ സെപ്പറേറ്റ്. ഓക്കെ, അപ്പൊ 85 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിച്ചത് 4 രൂപ വരെ ലോൺ ചെയ്ത് എടുക്കാൻ 35 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം. അതായത് 4,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സെലേറിയോ അതും CNG നല്ല ക്ലീൻ പീസ് വണ്ടി, സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം അഡീഷണൽ ചെയ്ത വണ്ടി. അതെ അതെ. അപ്പോൾ ഒരു യാരിസും കൂടി കാണിച്ചുതരാം. നമ്മൾ സ്വിഫ്റ്റ് നമ്മൾ കാണിച്ചല്ലോ അല്ലേ? പിന്നെ യാരിസ് ഏതാ മോഡല്? യാരിസ് 2021 മിഡിൽ ഓപ്ഷൻ വണ്ടി. J ആണ് വേരിയന്റ് വരുന്നത്. 1.5 പെട്രോൾ ആട്ടോ. 1.5 പെട്രോൾ. പിന്നെ ഈ ഒരു എംബ്ലം നോക്കിയാൽ മതി. ടൊയോട്ട ബ്രാൻഡിന്റെ വാല്യൂ അറിയുന്ന ആളുകൾ അതിൽ തന്നെ പോയിട്ട് എടുക്കുള്ളൂ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 കൊല്ലം കിടന്നു ഓടിക്കോളൂ. ആ ബ്രാൻഡും ആ എഞ്ചിനും വേറെ തന്നെയാണ്. പിന്നെ വേറെ മൈലേജ് ഏകദേശം ഒരു 12 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. 12 അത്രേ കിട്ടുള്ളൂ അല്ലേ? കിലോമീറ്റർ ഓടിയത് 58,000 കിലോമീറ്റർ ആണ് ഓടിയത്. അതെ അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ 21 മോഡൽ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 750 ആണ് ചോദിക്കുന്നത്. 7.5 ലക്ഷം രൂപ അല്ലേ? 7 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ വിലയില്ലേ പുതിയതിന്? 1350 ഓൺ റോഡ് വില ഉണ്ട്. 13.5 ലക്ഷം രൂപ ഓൺ റോഡ് വില ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല വലിയ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓട്ടോയുടെ വാറണ്ടി നമുക്ക് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ. വണ്ടിക്ക് നിങ്ങളായിരുന്നു വാറണ്ടിന്റെ ഒരു ആവശ്യം അല്ല, നമ്മൾ കൊടുക്കുന്നില്ല. ഇത് വേറെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഈ എഞ്ചിന് ഒക്കെ നോക്കേണ്ട ആവശ്യമില്ല, വാറണ്ടി നോക്കണ്ട. അതേപോലെ തന്നെ അടുത്ത സാധനം അർബൻ ക്രൂയിസർ 2020 മോഡൽ. ഇത് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പുള്ളസിന്റെ തൊട്ട് താഴത്തായിട്ട് വരും. അതെ അല്ലേ? ബട്ടൺ സ്റ്റാർട്ട് അടക്കം ഉണ്ടല്ലേ? ബട്ടൺ സ്റ്റാർട്ട് അടക്കമുള്ള വണ്ടിയാണ്. നല്ല കളർ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. കിലോമീറ്ററോ?
ഇത് കിലോമീറ്റർ 53,000 കിലോമീറ്റർ. 53 ഇത് നിങ്ങൾ ഏകദേശം ഒരു 12 മുതൽ 15 വരെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇത് 80 അല്ലേ വരുന്നത്? ഗിയർ ബോക്സ് ആണ്. അടിപൊളി 870 ആണ്. ഇതിന് നെഗറ്റീവ് ആയിട്ട് പറയല്ല, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നേരെ അങ്ങോട്ട് കാണിക്കുക, അത് റോഡ് സൈഡ് ആണ്. അവിടെ ഹൈവേന്റെ പണി നടക്കുമ്പോൾ അവിടുന്ന് നേരെ കല്ല് തെറിച്ചിട്ട് കൊണ്ടായി ഈ വണ്ടി ഫ്രണ്ട് ലൈനുണ്ട്. അങ്ങനെ റീപ്ലേസ് നമ്മുടെ അടുത്ത് ഇവിടെ തന്നെ ഷോറൂമിൽ നിന്ന് വന്ന പണിയാണ്, അല്ല കസ്റ്റമറുടെ അടുത്ത് വന്നതല്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള മെയിൻ ഗ്ലാസ് നമ്മൾ 2024 മോഡൽ ഏതാ പറഞ്ഞത്? 2020 മോഡൽ. 20 അല്ലേ? ഡിസംബർ ആ ഒരു ടൈമിലായിട്ട്, ജനുവരി ആ ടൈമിലായിട്ട് മാറിയതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ബ്രസേനേക്കാൾ ഇതിന്റെ ഫ്രണ്ട് ലുക്ക് എനിക്ക് ഇതാ ഇഷ്ടം. അർബൻ ക്രൂസർ എന്ന് പറഞ്ഞ വണ്ടി സംഭവം മാരുതി തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഫിൽറ്റർ ഒക്കെ ബ്രസേന്റെ സെയിം സാധനം, പക്ഷെ ആ ലുക്കിൽ ചെറിയ മാറ്റമുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 7,80,000 രൂപ. 880 അല്ലേ? പക്ഷെ എന്നാലും വലിയ മോശമൊന്നുമില്ല. 20 വണ്ടി അല്ലേ? വണ്ടി ബ്രാൻഡ് സ്റ്റോപ്പ് ചെയ്തോളൂ, പക്ഷേ അന്നും ഡിമാൻഡ് ഉള്ള സാധനം. അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വണ്ടി അല്ലേ? ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 880 നിങ്ങൾക്ക് മാക്സിമം ലോണും കയറും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് നമ്മുടെ DCT ഗിയർ ബോക്സ്. DCT അല്ലേ? ക്ലച്ച് വരുന്ന ഒരു സാധനമാണ്. വെന്യൂ 1 ലിറ്റർ ടർബോ DCT ഗിയർ ബോക്സ്. 1 ലിറ്റർ ടർബോ ആണ്. അത്യാവശ്യം നല്ല പവറും പെർഫോമൻസും ഉണ്ടാവും. 2022 മോഡൽ. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി. എക്സസ് ഓപ്ഷനിൽ കേട്ടോ. എക്സസ് ഓപ്ഷനിലാണ് അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതായത് സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും, ക്യാമറ, പിന്നെ 6 സ്പീഡ് ആണ്. പ്ലസ് റിവേഴ്സ് അടക്കം വരുമ്പോൾ 7 സ്പീഡ് വണ്ടിയിലേക്ക് വരും. അതെ അതെ അതെ. ആണ് DCT ഗിയർ ബോക്സിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ ഈ സീറ്റൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ഇന്റീരിയർ ഒക്കെയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു ഇത് നമ്മൾ ചോദിക്കുന്നത് 9,25,000. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? പുതിയതിന് 15,90 റോഡ് വില. അത്ര വില ഉണ്ട് അല്ലേ? ഇത് വേറെ സെക്കൻഡ് ആർച്ച് കേട്ടോ വണ്ടി വരുന്നത്. നിലവിലുള്ള സെക്കൻഡ് ഓണർഷിപ്പ്. വേറൊരു കാര്യമുണ്ട്, ന്യൂ ഷേപ്പ് വണ്ടിയും കൂടി അല്ലേ? വണ്ടിയാണ്. ഓക്കെ, 22 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണേ. 9,25 വിത്ത് വാറണ്ടി കൊടുക്കും. നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു അക്സെന്റഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ 2027 വരെ വാറണ്ടി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ 1 ഇയർ വാറണ്ടി പിന്നെ അതിന്റെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് വന്ന ഷേപ്പ് ഇതല്ലേ? ലാസ്റ്റ് വന്ന ഷേപ്പ് 2022 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 1 ലിറ്റർ ആകുമ്പോൾ അത്യാവശ്യം ടർബോ തന്നെ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള വണ്ടി. പവർ ഓക്കെയാണ്, പക്ഷേ മൈലേജ് ഒരു 12 റോഡ് ഇപ്പോൾ ചെറിയ മാറ്റം വരുത്തിയിട്ട് 15,90 വിലയുണ്ട് അല്ലേ? 12 മുതൽ 15 മൈലേജ് കിട്ടും. ഓക്കെ, എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ എടുത്തോ. പിന്നെ തപ്പി ഇളന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല വളരെ വില കുറച്ച് തരാവുന്ന ഒരു മാരുതിയുടെ വണ്ടി. കേട്ടനാണ്. വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടൂല. പഴയ മോഡലാണ്. ഏതാ മോഡൽ? ഈ ചെറിയ വണ്ടികൾ ആവശ്യമുള്ള ആളുകൾക്ക് ഒക്കെ 1 ലാഖിന്റെ ചൂടുള്ള വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണിക്കാറ് നമ്മുടെ യാർഡിലാണ് വണ്ടികളുള്ളത്. അതുകൊണ്ട് ഒരു പരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോ കാണിക്കാത്തത്. ശരി, ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞത്? ഇത് 2011 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. നമുക്ക് ഏകദേശം 1.35 റേഞ്ചിലാണ് വില വരുന്നത്. ഫുൾ ലോൺ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 രൂപ മുടക്കണ്ട അല്ലേ? 1 രൂപ വണ്ടി ഇവിടെ ഇറക്കി കൊടുക്കാം. പിന്നെ വേറെ കേസ് ഉണ്ട്. പിന്നെ 1.30 11 വണ്ടി, അതും കേട്ടൺ 1 ലിറ്റർ അല്ലേ? കേട്ടൺ 1 ലിറ്റർ ആണ് വണ്ടി വരുന്നത്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടി തന്നെയാണ്. ഇവിടെ ഇത്രയും വണ്ടികൾ വേറെ ഉണ്ട്. ഞാൻ ഈ ആൾട്ടോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ആൾട്ടോക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വാഗണർ വേറെ ഉണ്ട്. പിന്നെ സെലേറിയ വരുന്നുണ്ട്. ബ്രസ ഡീസൽ വരുന്നുണ്ട്. കുറെ വണ്ടികൾ വേറെ വരുന്നുണ്ട്. നമുക്ക് കാണിക്കാനുള്ള വണ്ടിയാണ് സ്വിഫ്റ്റ്. അത് 2016 ഡീസൽ ZDI ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. ZDI ഏറ്റവും ടോപ്പ് വരുന്നത്. 16 ഈ ഷേപ്പിൽ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി വിത്ത് കമ്പനി അലോവി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 73 ആണ് ഓടിയത്. അത്ര ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് RC ആണ് വണ്ടി. ഇനി റീപ്ലേസ് ആയിട്ട് ബോണ്ട് റീപ്ലേസ് ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 5.45 ആണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. 5.45 ഇത് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ ഒരു ഷേപ്പ് വണ്ടിക്കും പഴയ പോലെ മാർക്കറ്റ് ഉണ്ടല്ലേ? ഡീസലിന് മാർക്കറ്റ് ഉണ്ട്. ഡീസൽ ആയതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ZDI. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി അന്ന് ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. VDI കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഇതിൽ വേറെ അപാധമൊന്നുമില്ല. വേറെ മറ്റേ കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി കൊടുക്കാൻ പറ്റും. വില പറയില്ലേ? വില നോക്കി കൊടുക്കാൻ. പിന്നെ വേണമെങ്കിൽ ചെറിയൊരു വണ്ടി ഒമിനി നോക്കുന്ന ആണെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാൻ പർപ്പസ് വണ്ടിയൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ 2015 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാട്ടോ. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 15 മോഡൽ അല്ലേ? 15 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ശരിക്കും 15 എന്ന് പറയുമ്പോൾ ഒമിനിയിൽ അത്യാവശ്യം മോഡൽ കൂടി വണ്ടി 18 19 ആകുമ്പോഴേക്ക് ഒമിനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 1.80 റേഞ്ചിലൊക്കെ ചോദിക്കാം. 1.80 30-40 വരെയൊക്കെ ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. 1.80 എന്ന് പറയുമ്പോൾ നിങ്ങൾ വില കുറയില്ലേ ബ്രോ? ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കുക. ആസ്കിംഗ് പ്രൈസ് മാത്രമല്ല നമ്മൾ പറയുന്നത്. ഓൾമോസ്റ്റ് കുറെ വണ്ടികൾക്കൊക്കെ ഞാൻ നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും നോക്കിയപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും കുറച്ച് നമുക്ക് വിഷയമല്ലേ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതും
കുഴപ്പമൊന്നുമില്ല, ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 180 റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു 15 മോഡൽ വണ്ടി വേണമെങ്കിൽ ഈ ഒമിനി എടുത്തോളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇതല്ലാത്ത ഇഷ്ടംപോലെ വണ്ടികൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എൻക്വയറി ഇതിൽ കാണിച്ച വണ്ടികളല്ലാത്ത കുറേ വണ്ടികൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഈ തരുന്ന നമ്പർ, നമ്മളൊരു 3 നമ്പർ ഇതിലേക്ക് കൊടുക്കുക. ആ 3 നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ A to Z ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക അല്ലേ? ഓക്കെ. പിന്നെ വേറെ ഒറ്റ കേസ് എനിക്ക് പറയാനുള്ളൂ, കൊടുക്കുന്നത് നല്ല വണ്ടി കൊടുക്കാവുള്ളൂ. നല്ല വണ്ടി അല്ല, നമ്മൾ ഉള്ള പോലെ. ഞാനിപ്പോൾ വീഡിയോയിൽ ബോണ്ട് റീപ്ലേസ്മെന്റ്, ഗ്ലാസ് റീപ്ലേസ്മെന്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പറയാത്ത വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ഉള്ള പോലെ പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പൊ ഇടി കിട്ടും. നമ്മള് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ മാരുതിന്റെ സർട്ടിഫൈഡ് ഡീലർഷിപ്പ് ആണ്. അത് വേറെ ജെന്യൂൻ ആയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത്രയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികളാണ്. കൊയിലാണ്ടി വരുന്ന ആളുകൾക്ക് നേരെ കോഴിക്കോടേക്ക് പോകുന്ന ഭാഗത്തും, കോഴിക്കോട് വരുന്ന ഭാഗത്ത് കണ്ണൂർ ഹൈവേയിലായിട്ടാണ് വരുന്നത്. പൂളാടിക്കുന്ന് സർവീസ് റോഡിലേക്ക് കയറണം നമ്മളെ റോഡ് വരുന്നത്. ബൈപ്പാസ് വന്നതിനെ കൊണ്ട് ഇങ്ങനെ കയറി വരണം. ശരി. ഓക്കെ. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് വേണേൽ കോൺടാക്ട് ചെയ്തോട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ AM മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂ പൂളാടിക്കുന്നാണ് സ്ഥിതി ചെയ്യുന്നത്. എക്സാക്ട് ലൊക്കേഷൻ അല്ലേ? നമുക്ക് ഈ നമ്മൾ പറഞ്ഞ ഈ ഓഫറുകളൊക്കെ നമുക്ക് ഇവിടെ മാത്രമല്ല, നമ്മളെ രാമാട്ടര ഷോറൂം ഉണ്ട്, കടമ്പാട്ടായ ഷോറൂം ഉണ്ട്, വടകര ഷോറൂം ഉണ്ട്. ഈ ഷോറൂമുകളൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അവിടുത്തെ ലൊക്കേഷനിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഷോറൂമിൽ പോയാലും മതി. ഇവിടെയുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. ഇവിടെ വരിക, ജസ്റ്റ് വണ്ടി കണ്ട് നിങ്ങളൊന്ന് ഓടിച്ചൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ എല്ലാം ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് ഒക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന ഇലക്ട്രോണിക് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം ഡീസലാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ബുദ്ധിമുട്ടൊന്നും വേണ്ട. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വന്ന് വണ്ടി കാണുക, ഓക്കെ ആണെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ ബ്രാൻഡ് ഇതേപോലത്തെ ബ്രാൻഡൊക്കെ ആകുമ്പോൾ പിന്നെ വേറെ തട്ടിപ്പൊന്നും നിങ്ങൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. ധൈര്യമായിട്ട് എടുത്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു വിഷു ആശംസിച്ചുകൊണ്ട് ആശംസിക്കാം. അതെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.